അറിവമ്മ അലിവമ്മ. മക്കളെ, ഈശ്വരനോട് ഭക്തി വേണം എന്നമ്മ പറയുമ്പോൾ വെറും പ്രാർത്ഥന മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഒരിടത്ത് മാറിയിരുന്ന് ഈശ്വരനെ വിളിച്ച് കരയുന്നത് മാത്രമല്ല അവിടുത്തോടുള്ള പ്രേമം. അവിടുത്തെ സാന്നിധ്യം സർവ്വ ജീവരാശികളിലും ദർശിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരോട് കാട്ടുന്ന കാരുണ്യം, പുഞ്ചിരി, ഇതൊക്കെയും ഈശ്വരനോടുള്ള പ്രേമത്തെ, ഭക്തിയെയാണ് കാണിക്കുന്നത്. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്ത് വെന്നിമല ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായൊരു ഹൈന്ദവ ക്ഷേത്രമാണ് വെന്നിമല ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന അപൂർവ ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ചേരമാൻ പെരുമാൾ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർക്കൊപ്പം ഹനുമാനും ഗണപതി, ശിവൻ, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഭഗവതി, സർപ്പദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളായുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലക്ഷ്മണസ്വാമിയാണ് പ്രതിഷ്ഠ. എങ്കിലും ഇവിടെ ശ്രീരാമനും സങ്കല്പത്തിലുണ്ട്. ജ്യേഷ്ഠൻ പറയുന്നത് അനുജനാണ് ഇവിടെ പ്രാധാന്യം, അനുജൻ പറയുന്നത് ജ്യേഷ്ഠനാണ് പ്രാധാന്യം. നമുക്കറിയാം, രാമായണത്തിലെ ഈ ജ്യേഷ്ഠനും അനുജനും എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. രാമനോടൊപ്പം എല്ലായ്പ്പോഴും ലക്ഷ്മണസ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മണസ്വാമി പറയുന്നത് ജ്യേഷ്ഠനാണ് ഇവിടെ പ്രധാന സ്ഥാനം. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ആവശ്യമായിട്ടുള്ള പൂജകൾ, രണ്ടുപേരെയും സങ്കല്പിച്ചിട്ടുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നടയിൽ, ഒരു നടയിൽ 2 കൊടിമരമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. കുംഭമാസത്തിൽ രോഹിണി നാളിൽ ആറാട്ടായി 10 ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. കൂടാതെ ശ്രീരാമനവമി, രാമായണ മാസാചരണം, എല്ലാ മാസത്തിലെയും അമാവാസി നാളുകൾ എന്നിവയും വിശേഷമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത്, ഇവിടെ ചതുശത നിവേദ്യം ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതേപോലെ തന്നെ പാൽപ്പായസം, അതേപോലെ തന്നെ പിന്നെ ഗണപതി ഹോമം, അതുപോലെ കൽക്കണ്ടം, കദളിപ്പഴം നിവേദ്യം, ഇങ്ങനെയുള്ള വഴിപാടുകളും ഭക്തരെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പണ്ട് ഘോരവനമായിരുന്നു. കപില മഹർഷി അടക്കമുള്ള പല പുണ്യ ഋഷീശ്വരന്മാരും ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു. സമീപത്ത് തന്നെയുള്ള ഒരു ഗുഹയിലാണ് ഇവർ തപസ് അനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ പല കാലത്തായി ഇവിടെ എത്തിച്ചേർന്ന രാക്ഷസന്മാർ അവർക്ക് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാക്കി. ആ സമയത്താണ് ശ്രീരാമ ലക്ഷ്മണന്മാർ ഇതുവഴി കടന്നുപോയത്. സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇരുവരും ഇവിടെ എത്തിയത്. വിവരമറിഞ്ഞ കപില മഹർഷി മറ്റ് ഋഷിമാർക്കൊപ്പം വന്ന് ഇരുവരെയും യഥാവിധി പൂജിച്ച് ആനയിച്ചു. തങ്ങളെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെപ്പറ്റി അവർ ഇരുവരെയും ബോധിപ്പിച്ചു. തുടർന്ന് രാക്ഷസന്മാരെ വകവരുത്താനായി ശ്രീരാമൻ അനുജനെ പറഞ്ഞുവിട്ടു. മഹർഷിമാർ ലക്ഷ്മണനെ അനുഗമിച്ചു. രാക്ഷസന്മാർ വളരെ ദൂരെ നിന്ന് തന്നെ അവരുടെ വരവ് കണ്ടു. ലക്ഷ്മണനെ കണ്ടതോടെ രാക്ഷസന്മാർ ആയുധമെടുത്ത് പോരാടാൻ തുടങ്ങി. എന്നാൽ
നിമിഷ നേരം കൊണ്ട് ലക്ഷ്മണൻ അവരെയെല്ലാം വകവരുത്തി. മുനിമാർ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ വിജയക്കൊടി പാറിച്ച സ്ഥലം വിജയാദ്രി എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് വിജയാദ്രി മലയാളീകരിച്ച് വെന്നിമലയായി. ഈ ക്ഷേത്രം ഭാസ്കര രവിവർമ്മൻ, ചേരമാൻ പെരുമാൾ എന്നറിയപ്പെട്ട ഭാസ്കര രവിവർമ്മൻ രാജാവാണ് പണികഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം കഴിഞ്ഞാൽ 28 ദിവസവും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ഒരു കൂത്തമ്പലം, അത് നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് കൂത്തമ്പലം. അപ്പോൾ അത് മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം നാലമ്പലത്തിന് പുറത്തായിട്ടാണ് കൂത്തമ്പലം കാണപ്പെടുക. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള കൂത്തമ്പലം എന്നുള്ള പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് തെക്കുഭാഗത്തായിട്ട് ക്ഷേത്രത്തിൽ നിന്നും അഭിഷേക തീർത്ഥം ഒഴുകിയെത്തുന്ന ഒരു തീർത്ഥക്കുളം ഉണ്ട്. ആ തീർത്ഥക്കുളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലപുരാണത്തിൽ പറയുന്നത് വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്ത്യാ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ. അതായത് വിജയാചലം, വിജയാദ്രി എന്നാണ് വെന്നിമലയുടെ സംസ്കൃതത്തിലുള്ള പേര്. ആ വിജയാചലത്തിലെ തീർത്ഥക്കുളത്തിൽ ഭക്തിപുരസരം സ്നാനം ചെയ്ത് പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യനെ ഗയാശ്രാദ്ധ ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് 12 തലമുറ പിതൃകർമ്മം ചെയ്തതിൻ്റെ പുണ്യം വെന്നിമലയിലെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ വന്ന് പിതൃതർപ്പണം ചെയ്താൽ ലഭിക്കും എന്നാണ് ഐതിഹ്യം പറയുന്നത്. ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം, വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും, ധാതാവ് ബ്രഹ്മാവ്, ശങ്കരൻ ശിവൻ, വിഷ്ണു. ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും പരമേശ്വരനും അതുപോലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ ദേവതകൾക്കും അവരുടെ എല്ലാം അഭിപ്രായം ഇതാണ്: ബ്രാഹ്മണരുടെ മഹിമ. ബ്രാഹ്മണരുടെ എന്ന് പറഞ്ഞാൽ വേദജ്ഞന്മാരുടെ, വേദത്തെ അറിയുകയും അറിയിക്കുകയും ചെയ്യുന്ന വിദ്വാൻമാരുടെ മഹിമ അതെത്ര വലുതാണ്. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. വേദജ്ഞന്മാരുടെ മാഹാത്മ്യം ആർക്ക് ചൊല്ലാൻ സാധിക്കും? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും പരിധിക്ക് അപ്പുറത്താണത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികൾക്ക് പോലും ശരിയായൊരു വിജ്ഞാനിയുടെ മഹിമ പറഞ്ഞു പൂർത്തിയാക്കാൻ സാധ്യമല്ല. എന്നിരിക്കെ പാദസേവകനായ ഭക്തനാം ദാസൻ, ഭഗവത് പാദസേവകനായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിദ്വാൻമാരുടെ പാദങ്ങളെ സേവിക്കുന്ന ഒരു ഭക്തൻ മാത്രമാണ് ഞാൻ. വിദ്വാൻമാരുടെ പാദം സേവിക്കുക എന്നുള്ള ഒറ്റ പുണ്യം കൊണ്ട് വസിക്കുന്നവനും കേവലം ഭക്തി മാത്രമുള്ളവനും, അതാണ് ഭക്തനാം ദാസൻ. വിദ്വാൻമാരുടെ ദാസനുമാണ് ഞാൻ. ബ്രഹ്മപാദജൻ, ബ്രഹ്മപാദജനാണ്. അവിടെ ബ്രഹ്മശബ്ദത്തിന് വിരാട് പുരുഷൻ എന്നുള്ള അർത്ഥം എടുക്കേണ്ടി വരും. വിരാട് പുരുഷൻ്റെ പാദം, ആ പാദത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുമ്പോൾ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നുള്ള ശ്രുതിവാക്യമനുസരിച്ച് ശൂദ്രൻ എന്നർത്ഥം വരും. അപ്പോൾ ബ്രഹ്മപാദജനായ വിരാട് പുരുഷൻ്റെ പാദത്തിൽ നിന്ന് ജനിക്കുന്നവനായ ഞാൻ. താല്പര്യം കേവലം ശൂദ്രനായ ഞാൻ. ആരാണ്? അജ്ഞാനിനാം ആദ്യനായുള്ളവൻ, അജ്ഞാനികളുടെ കൂട്ടത്തിൽ ഒന്നാമൻ.
അവിടെ അജ്ഞാനികളുടെ കൂട്ടത്തിൽ ഒന്നാമൻ എന്ന് പറയുന്നത് വിനയപ്രദർശനാർത്ഥമാണ്, അല്ലാതെ അജ്ഞാനിയാണെന്നല്ല അവിടെ അർത്ഥം. അജ്ഞാനിക്ക് താൻ അജ്ഞാനിയാണെന്ന് അറിയില്ലല്ലോ. ഞാൻ അജ്ഞാനിയാണെന്നറിയുന്നത് വലിയ ജ്ഞാനമാണ്. അജ്ഞാനി ഒരിക്കലും ഞാൻ അജ്ഞാനിയാണെന്ന് പറയില്ല, കാരണം അറിയില്ല. അതുകൊണ്ട് അജ്ഞാനിനാം ആദ്യൻ എന്ന് പറഞ്ഞത്, അജ്ഞാനികളിൽ മുമ്പൻ എന്ന് പറഞ്ഞത് തൻ്റെ വിനയ പ്രദർശനാർത്ഥമാണ്. ഇവിടെ എന്തുകൊണ്ട് ബ്രഹ്മപാദജൻ എന്ന് പറഞ്ഞു എന്ന് ചിന്തിക്കേണ്ടതാണ്. പുരുഷസൂക്തത്തിൽ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാജന്യകൃത ഉരു തദസ്യ യത് വൈശ്യാഹ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് മന്ത്രം നമുക്ക് പഠിക്കാം. അവിടെ മൊത്തം വിരാട് പുരുഷൻ്റെ അംഗങ്ങളായിട്ട് എല്ലാ വർണ്ണങ്ങളെയും പറയുകയാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വർണ്ണങ്ങളെ അത് ജാതിയല്ല, ഒരിക്കലും ജാതിയല്ല, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ കാലക്രമേണ ശാസ്ത്രീയമായ വർണ്ണവ്യവസ്ഥയുടെ സ്ഥാനത്തിൽ അശാസ്ത്രീയവും ഹീനവും പരിത്യാജ്യവുമായ ജാതി വ്യവസ്ഥ കുടിയേറി. ജാതീയത അടക്കി വാണു സമാജത്തെ. അങ്ങനെ ഹീനമായ ജാതീയത നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് നിസ്സംശയം നമുക്ക് പറയാം എഴുത്തച്ഛൻ്റെയും കാലഘട്ടം. അതുകൊണ്ട് തന്നെ താൻ ഉത്കൃഷ്ടമായ ഈ ശാസ്ത്രസാരത്തെ വിരചിക്കുന്ന സന്ദർഭത്തിലും സാമാജികമായി ജാതിയിൽ താൻ ശൂദ്രനായി പരിഗണിക്കപ്പെടുന്നു. ശാസ്ത്രീയമായ വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ശൂദ്രനാണെന്ന് പറയാൻ സാധ്യമല്ല. കാരണം ശൂദ്രനാണെങ്കിൽ, വർണ്ണ സിദ്ധാന്തമനുസരിച്ച് ശൂദ്രനാണെങ്കിൽ വേദസാരമായ രാമായണത്തെ പറയാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ വേദസാരമായ രാമായണത്തെയാണ് പറയുന്നത്. അപ്പോൾ വർണ്ണസിദ്ധാന്തമനുസരിച്ച് ഒരിക്കലും ശൂദ്രനാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ എഴുത്തച്ഛൻ്റെ കാലമാകുമ്പോഴത്തേക്ക് ഹീനമായ ജാതീയമായ കാഴ്ചപ്പാട് സമൂഹത്തിൽ രൂഢമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഒന്നല്പം പരിഹസിക്കുക കൂടിയല്ലേ വേദസാരമായ രാമായണത്തെ പറയുന്ന ഭക്തനായ ഞാനും കേവലം ശൂദ്രൻ മാത്രാകട്ടോ എന്ന് വിളിച്ചു പറയുന്നതിലൂടെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ ശാസ്ത്രത്തിനനുസരിച്ച് അല്പവും വിട്ടുവീഴ്ചയില്ലാതെ രചന ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെ, ശരിയായ വിദ്വാൻമാരുടെ മാഹാത്മ്യത്തെ അങ്ങേയറ്റം ആദരിക്കുന്ന എഴുത്തച്ഛൻ പോലും താൻ ജാതീയമായി ശൂദ്രനാണെന്ന് പറയേണ്ട ഒരു ഗതികേട് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസവും ശാസ്ത്രീയമായ വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് തീർത്തും അശാസ്ത്രീയമായ പരിത്യാജ്യമായ ജാതീയത കടന്നു വന്നതും ഒക്കെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ടതാണ്. ഏതായാലും മറ്റ് ഉദാത്തമായ വ്യാഖ്യാനങ്ങളൊന്നും ചമയ്ക്കാത്ത പക്ഷം, കാരണം ബ്രഹ്മപാദജൻ എന്നുള്ളതിനൊക്കെ വളരെ ഉത്കൃഷ്ടമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ലാതെ നേരെ ലളിതമായ അർത്ഥം പറഞ്ഞാൽ ബ്രഹ്മപാദജന് ശൂദ്രനെന്നേ അർത്ഥം കൽപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ബ്രഹ്മത്തിലേക്ക് പദ്യതേ ഇതി പാദം, ചെന്നു ചേരുന്നതാണ് പാദം. അങ്ങനെ ബ്രഹ്മത്തിലേക്ക് ചെന്ന് ചേരുന്നതായ വിദ്യ, ബ്രഹ്മപ്രാപ്തിക്ക് കാരണമാകുന്ന വിദ്യ, ആ വിദ്യയിൽ നിന്ന് ജനിച്ചവനായ ഞാൻ എന്നൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ അജ്ഞാനിനാം ആദ്യൻ എന്നുള്ളത് യോജിക്കാതെ വരും. വിനയാർത്ഥം പോലും അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ലളിതമായി സാമാന്യാർത്ഥം പറയുന്നതാണ് നല്ലത്. ലോകദൃഷ്ട്യ ശൂദ്രനായ ഞാൻ, അറിവില്ലാത്തവരിൽ അജ്ഞാനികളിൽ മുമ്പനായ ഞാൻ
ഞാനിതാ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. ബോധഹീനന്മാർക്ക്, അത്ര വലിയ സംസ്കൃതജ്ഞാനമില്ലാത്തവർക്ക്, അത്ര വിവേകശാലികളല്ലാത്തവർക്കും രാമായണത്തെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി വേദസംഹിതമായ രാമായണത്തെ ഞാനിതാ അനുവാദം ചെയ്യുകയാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന കഥാപാത്രം ആധുനിക കാലഘട്ടവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവതാര സമയത്ത് 2 തവണ വനത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്ന് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ ഒരാവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ യാഗത്തിന് രക്ഷ ചെയ്യാനായിട്ടാണ് ആദ്യമായി രാമനും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം വനത്തിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് മഹർഷി അവർക്ക് നിരവധിയായിട്ടുള്ള ദിവ്യായുധങ്ങളും ഒപ്പം ബല, അതിബല തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ഉപദേശിച്ച് നൽകുന്നത്. യാഗരക്ഷ ചെയ്യാനായിട്ടാണ് രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയത് എന്ന് നമ്മൾ പറഞ്ഞു. ആ യാഗരക്ഷയ്ക്ക് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ആ യാഗത്തിന് വിഘ്നം വരുത്തുന്നവരായിട്ടുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് സമീപം താമസിച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു താടക. താടകയെ ഭഗവാൻ വധിച്ചു. ആ താടകയ്ക്ക് 2 മക്കളുണ്ടായെന്നായിട്ടാണ് രാമായണം പറയുന്നത്. ഒരാളുടെ പേര് സുബാഹു, രണ്ടാമത്തെ ആളുടെ പേര് മാരീചൻ. ഈ മാരീചനെ കുറിച്ചാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ കൂടുതലായി പരിചയപ്പെടുന്നത്. നോക്കൂ, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് വിഭീഷണൻ. രാവണന്റെ സഹോദരനായി രാവണനോടൊപ്പം നിന്നിട്ട് പോലും രാവണൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കി രാമന്റെ പാദങ്ങളെ ആശ്രയിച്ച ആളാണ് വിഭീഷണൻ. അതോടുകൂടി അദ്ദേഹം രാമദാസനായി മാറുകയും സ്ഥിരം ഭഗവാന്റെ അടുത്ത് ഒരു ഇടപ്പിടം കിട്ടുകയും ചെയ്തു. എന്നാൽ രാമദാസനായിട്ട് മാറിയ ഒരാൾ മുമ്പ് തിന്മയിലൂടെ സഞ്ചരിച്ച് രാമന്റെ മഹത്വം മനസ്സിലാക്കി രാമദാസനായി മാറി വീണ്ടും രാമന്റെ കൈകൊണ്ട് മരണം കൈവരിക്കാൻ സാധിച്ച ഏതെങ്കിലും കഥാപാത്രം രാമായണത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് മാരീചനാണ്. മാരീചൻ രാവണന്റെ കിങ്കരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മാരീചന്റെ കഥ. ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുന്നതിനായി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ മഹർഷി യാഗാഗ്നി കൂട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ സുബാഹു, അതുപോലെ തന്നെ മാരീചൻ തുടങ്ങിയ അസുരന്മാർ, രാക്ഷസന്മാർ വന്ന് രക്തമൊഴിച്ച് ഈ യാഗാഗ്നി അശുദ്ധാക്കും. ഇതിനെതിരെയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പ്രവർത്തിക്കുന്നത്. അവരാണ് ഈ യാഗരക്ഷ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ സുബാഹുവും മാരീചനും ഭഗവാന്റെ സാന്നിധ്യത്തിൽ മഹർഷിയുടെ യാഗം തടസ്സപ്പെടുത്താൻ വന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള രാമബാണം ഭഗവാൻ 2 പേർക്കും നേരെ പ്രയോഗിച്ചു. സുബാഹു അവിടെ വെച്ച് തന്നെ രാമബാണത്തിന് ഇരയാവുകയും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ രാമബാണം കണ്ട് ഭയന്ന് ഓടിയ മാരീചൻ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഇനി രാമപാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് നിവൃത്തി എന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുകയും ചെയ്തു. അതോടുകൂടി രാമന്റെ സേവകനായിട്ട് മാറിയ മാരീചൻ പിന്നീട് രാമഭക്തനായിരുന്നു. ഇങ്ങനെ കഴിയുന്ന രാമഭക്തനെ കാണാനാണ് സാക്ഷാൽ രാവണൻ സീതാപഹരണത്തിന് വേദി ഒരുക്കാനായി നിർദ്ദേശിക്കുന്നത്. ഒരുപാട് തവണ പലതരത്തിൽ ധർമ്മോപദേശം ചെയ്യുന്നുണ്ട് മാരീചൻ രാവണന്. എത്രയൊക്കെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാലും ചില ദുർജനങ്ങൾ നമ്മുടെ ജീവിതം തടസ്സപ്പെടുത്താനുണ്ടാവും എന്ന വലിയ വേദവാക്യം മാരീചൻ രാവണനോട് പറയുന്നുണ്ട്. അവസാനം മാരീചൻ രാവണന്റെ അഭ്യർത്ഥന കേൾക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. രാവണന്റെ അഭ്യർത്ഥന തിരസ്കരിച്ചാൽ രാവണന്റെ കൈകൊണ്ട് മരിക്കപ്പെടും. അതുകൊണ്ട് നരകപ്രാപ്തി ഉണ്ടാവും. നേരെ മറിച്ച് സീതാപഹരണത്തിന് വേദി ഉണ്ടാക്കി രാമബാണം കൊണ്ടാണ് വധിക്കപ്പെടുന്നതെങ്കിൽ രാമന്റെ ബാണം കൊണ്ടുള്ള ആ മോക്ഷം എനിക്ക് ലഭിക്കും, അതുകൊണ്ട് എനിക്ക് അത് മതി എന്ന് പറഞ്ഞാണ് ഒരു മായപ്പൊന്മാന്റെ വേഷത്തിൽ പഞ്ചവടിയിലേക്ക് മാരീചൻ എത്തുന്നത്. സീതയോടൊപ്പം സമയം ചെലവിടുന്ന രാമൻ അത്യന്തം മോഹിതയായിട്ടുള്ള സീതയെ കാണുകയും ആ പൊന്മാനെ പിടിക്കാനായി പുറകെ പോവുകയും ചെയ്യുന്നു. ലക്ഷ്മണരേഖ വരച്ച് ലക്ഷ്മണൻ പുറകെ പോകുന്നതും ഒക്കെ നമുക്കറിയാം. അനിയ ലക്ഷ്മണ, ഞാനിതാ അപകടത്തിലാണ് എന്നുള്ള വലിയ കരച്ചിലാണ് സീത കേൾക്കുന്നത്. ആ രാമബാണമേറ്റ് മാരീചൻ അവിടെ വധിക്കപ്പെടുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്യുന്നു. ഇവിടം തൊട്ടാണ് രാമായണത്തിന്റെ കഥ മുഴുവനായി മാറുന്നത്. അതുവരെ ശ്രീരാമചന്ദ്രനോടൊപ്പം
അനുജനായിരുന്ന ലക്ഷ്മണനോടൊപ്പം സസന്തോഷം വാണിരുന്ന സീതാദേവിക്ക് പിന്നീട് അമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് നിരന്തരം യാതനകളാണ്. ആ യാതനയ്ക്ക് കാരണമായത് ഈ ഒരു മായ പൊന്മാനാണ്, മാരീചനാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കഥയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന സീത എപ്പോഴും രാമനോടൊപ്പം ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത്, ധർമ്മത്തോടൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ധർമ്മത്തോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ മനസ്സിനെ നിരവധിയായിട്ടുള്ള വസ്തുക്കൾ, മനുഷ്യർ പലതരത്തിലുള്ള മായ പൊന്മാന്മാരായി വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ആകർഷിക്കാൻ ശ്രമിക്കും. ഇന്ന് നമ്മുടെ ലോകം തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ലഹരി ആയിക്കൊള്ളട്ടെ, തീവ്രവാദമായിക്കൊള്ളട്ടെ, ഇതൊക്കെ തന്നെ സദാ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സാകുന്ന സീതയെ ഒരു നിമിഷം ഇത്തരം വസ്തുക്കളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കുന്നു. രാമനിൽ നിന്നുള്ള ശ്രദ്ധ എപ്പോൾ തിരിഞ്ഞ് മായയാകുന്ന പൊന്മാനിലേക്ക് നമ്മൾ തിരിക്കുന്നുണ്ടോ അപ്പത്തൊട്ട് നമ്മുടെ ജീവിതവും യാതനയിലേക്ക് പോകുന്നു എന്ന വലിയ പാഠം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ലഹരി ഉണ്ടായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എപ്പോഴും എനിക്ക് ആശ്രയം രാമപാദം മാത്രമാണ് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ, ഒരു തരത്തിലുള്ള മായയ്ക്കും എന്നെ പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പും വിശ്വാസവും ഭക്തിയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സാകുന്ന സീതയെ ഒരു മാരീചനും കാരണം രാവണനാകുന്ന തിന്മ കട്ടുകൊണ്ടു പോവില്ല. അതുകൊണ്ട് എപ്പോഴും രാമപാദങ്ങളെ ആശ്രയിക്കണം എന്നുള്ള വലിയ തത്വമാണ് മാരീചന്റെ കഥ നമുക്ക് പറഞ്ഞിരുന്നത്. ഭഗവാന്റെ കൈകൊണ്ടുള്ള മോക്ഷം ലഭിച്ച മാരീചനെ കൂടി ഈ രാമായണ മാസത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കണം. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തെ പോലെ രാമബാണമാകുന്ന അറിവ് കൊണ്ട് മോക്ഷമുണ്ടാവണേ എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഏകയനരാധിപനാകിയ യുധാജിത്തും കൈകേയീതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ദേവി, കുമാരന്മാർ പത്നി സമേതരായി സന്തോഷിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതായി തോന്നുന്നില്ലേ? അത് ലോകസ്വഭാവമല്ലേ മഹാരാജൻ? വധൂജനങ്ങളോടൊത്ത് ചേരുമ്പോൾ മാതാപിതാക്കളുമായുള്ള സംസർഗത്തിൽ കുറവുണ്ടാവുക സ്വാഭാവികമാണ്. അവരുടെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം? അതെ, അതിൽ തർക്കമില്ല. പിന്നെ എന്റെ സഹോദരൻ യുധാജിത്തിന്റെ കാര്യം മഹാരാജാവ് മറന്നു എന്ന് തോന്നുന്നു. ഇല്ലല്ലോ, ഇന്നും പ്രഭാതത്തിൽ യുദ്ധാജിത്തിനെ കണ്ടതാണല്ലോ, സംസാരിച്ചതാണല്ലോ. അതെ, അങ്ങ് നിത്യവും കാണുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഒരു കാര്യം അങ്ങ് മറക്കുന്നു. കേകയാധിപനായ എന്റെ പിതാവ് പൗത്രനായ ഭരതനെ കാണാനുള്ള മോഹവുമായി അവിടെ കേകയത്ത് വസിക്കുന്നു. ഭരതനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന യുധാജിത്തോ അങ്ങയുടെ അനുമതി കാത്ത് ഇവിടെയും വസിക്കുന്നു. ഓ, ഞാനത് മറന്നു. മംഗളകർമ്മങ്ങൾ നൽകിയ ഉന്മേഷത്തിൽ യുദ്ധാജിത്തിന്റെ അപേക്ഷ മറന്നു. അങ്ങ് മറന്നതല്ലെന്ന് എനിക്കറിയാം. പുത്രന്മാരെ പിരിയാൻ അങ്ങ് എപ്പോഴും വിമുഖനാണല്ലോ. ശരിയാണ്, പുത്രന്മാരെ പിരിയുന്നത് നമുക്ക് ഖേദകരം തന്നെയാണ്. പക്ഷേ പൗത്രനെ കാണാനുള്ള ഒരു മുത്തശ്ശന്റെ ആഗ്രഹം നിഷേധിക്കാൻ തക്കവണ്ണം ക്രൂരനല്ല നാം. അതാ അവർ വരുന്നു, യുധാജിത്തും ഭരതനും ശത്രുഘ്നനും. എന്റെ സഹോദരന് ഹിതകരമായത് അങ്ങ് ചെയ്യുമെന്ന് ഈയുള്ളവൾ കരുതട്ടെ. അങ്ങനെയാകാം. മഹാരാജാവിന് പ്രണാമം. പ്രണാമം, പ്രണാമം. അയോധ്യ നഗരിയിലെ വാസം അങ്ങേക്ക് സുഖകരമായി തോന്നുന്നില്ലേ കേകയാധീശ്വര? തീർച്ചയായും. സരയൂ നദിയെ ചുറ്റി വരുന്ന കാറ്റും കൃഷിനിലങ്ങളിലെ സമൃദ്ധമായ പച്ചപ്പും
ഏറ്റവും ഹൃദ്യം തന്നെ മഹാരാജൻ. എങ്കിലും എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഭരതകുമാരനെ കാണാൻ അവിടെ കൊട്ടാരത്തിൽ പിതാവ് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങെന്നെ പോകാൻ അനുവദിക്കണം. ഭരതകുമാരനെ ഒപ്പം അയക്കുകയും വേണം. കൈകേയും അതുതന്നെ പറയുകയായിരുന്നു. മാതുലനായ അങ്ങയോടൊപ്പം ഭരതനെ കേകയത്തേക്ക് അയക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നന്ദി മഹാരാജൻ. മാതൃദേശത്തെ ജീവിതവും വഴക്കങ്ങളും കണ്ടു പഠിക്കട്ടെ കുമാരൻ. പിതാവിനോട് എന്റെ ക്ഷേമാന്വേഷണങ്ങൾ അറിയിക്കണേ. തീർച്ചയായും. പിതാവിന്റെ അനുമതി ലഭിച്ച സ്ഥിതിക്ക് ഇന്നു തന്നെ പുറപ്പെടാം, ഇല്ലേ കുമാര? പുറപ്പെടാം അമ്മാവ. ശത്രുഘ്നും കൂടി എന്നോടൊപ്പം വന്നോളട്ടെ അച്ഛ. അവർ വേർപിരിയാത്ത സഹോദരന്മാരല്ലേ മഹാരാജൻ? ശത്രുഘ്നനെ കൂടി ഭരതനൊപ്പം അയച്ചാലും? ദേവി കൈകേയി, നാം ആലോചിക്കുന്നത് മറ്റൊന്നാണ്. യജ്ഞദത്തമായ ദിവ്യ പായസത്തിന്റെ മഹത്വം. ഭവതി സുമിത്രയ്ക്ക് പകുത്തു നൽകിയ പായസത്തിന്റെ പുണ്യമാണ് ശത്രുഘ്നൻ. അതാണവൻ ഭരതനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ദേവകാര്യം കൊണ്ട് ദൃഢമായി ചേരുന്ന ഈ സഹോദരന്മാരെ നാം വേർപിരിക്കുന്നില്ല. ചെല്ലു, ഭരതനും ശത്രുഘ്നനും യാത്രയ്ക്കൊരുങ്ങിക്കൊള്ളൂ. അങ്ങേക്കും പുറപ്പെടാനുള്ള ഒരുക്കങ്ങളാകാം. അതെ മഹാരാജൻ.